നമസ്കാരം. നമ്മുടെ ഈ ചാനൽ കാണുന്ന പുതിയ സുഹൃത്തുക്കൾ നമ്മുടെ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. യുദ്ധമുഖത്തെ നിശബ്ദ പോരാളികൾ, അതാണ് ISR വിമാനങ്ങൾ. 2025 മെയ് മാസം ഇന്ത്യയുടെ വടക്കൻ അതിർത്തികളിൽ അശാന്തി പുകയുന്ന സമയം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന നിർണായക ദൗത്യത്തിനായി ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനമായ P-8I പോഡിസൺ വിമാനം ആകാശത്തേക്ക് ഉയർന്നു. ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുക എന്നതായിരുന്നു ദൗത്യം. എന്നാൽ ആ വിമാനത്തിന്റെ നിയന്ത്രണം കമാൻഡർ സൗരഭ് കുമാറിന്റെ കൈകളിൽ സുരക്ഷിതമാണെന്ന് അന്ന് ലോകം അറിയാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അന്തരീക്ഷം പ്രക്ഷുബ്ധമായിരുന്നു. മോശം കാലാവസ്ഥയും ശത്രുരാജ്യത്തിന്റെ ഭാഗത്തുനിന്നുള്ള GPS സ്പൂഫിങ്ങും ദൗത്യത്തെ സങ്കീർണമാക്കി. റഡാർ സ്ക്രീനുകളിൽ തെളിച്ചമില്ലാത്ത നിമിഷങ്ങൾ. പെട്ടെന്നാണ് വിമാനത്തിനുള്ളിൽ ഒരു അപായ മണി മുഴങ്ങിയത്. അങ്ങകലിൽ നിന്ന് അതിവേഗത്തിൽ ഒരു ശത്രു മിസൈൽ P-8I ലക്ഷ്യമാക്കി വരുന്നു. അത് ചൈനീസ് നിർമ്മിത PL-15 BVR മിസൈലോ അതോ HQ-9 എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ നിന്നുള്ള മിസൈലോ ആയിരുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ മരണം മുന്നിലെത്തുന്ന സാഹചര്യം. ഒരു ഭീമൻ നിരീക്ഷണ വിമാനത്തെ മിസൈലുകളിൽ നിന്ന് രക്ഷിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. എന്നാൽ കമാൻഡർ സൗരഭ് കുമാർ പതറിയില്ല. ശാന്തതയോടെ അദ്ദേഹം തന്റെ വൈദഗ്ധ്യം പുറത്തെടുത്തു. അതിവേഗത്തിലുള്ള ഇവേസീവ് മാനുവറുകൾ വഴി അദ്ദേഹം ആ മിസൈലിനെ വെട്ടിച്ചു. ആകാശച്ചുഴിയിൽ വിമാനം ആടി ഉലയുമ്പോഴും തന്റെ ക്രൂവിന്റെ ജീവൻ രക്ഷിക്കുക എന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ. ഓരോ നീക്കവും കൃത്യമായിരുന്നു, ലക്ഷ്യബോധമുള്ളതായിരുന്നു. മിസൈൽ ഒഴിഞ്ഞുപോയെങ്കിലും അദ്ദേഹം പിന്മാറിയില്ല. ജീവൻ പണയപ്പെടുത്തിയും നിശ്ചയിച്ച ISR ദൗത്യം അദ്ദേഹം പൂർത്തിയാക്കി. ശത്രുവിന്റെ മിസൈലുകൾക്ക് ഇന്ത്യൻ മണ്ണിൽ വീണ് തകരാനായിരുന്നു വിധി. കമാൻഡർ സൗരഭ് കുമാറും സംഘവും സുരക്ഷിതമായി വിമാനം ലാൻഡ് ചെയ്തപ്പോൾ അത് ഇന്ത്യൻ നാവികസേനയുടെ അസാമാന്യ കരുത്തിന്റെ തെളിവായി മാറി. ഈ ധീരതയ്ക്കാണ് നേവി ചീഫ് അഡ്മിറൽ DK ത്രിപാഠി അദ്ദേഹത്തിന് നേവി മെഡൽ നൽകി ആദരിച്ചത്. ഇന്ത്യൻ മണ്ണിൽ നിന്ന് കണ്ടെത്തിയ PL-15 മിസൈൽ അവശിഷ്ടങ്ങൾക്ക് പിന്നിൽ പറയാൻ ഒരു ധീരതയുടെ കഥയുണ്ട്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ സാങ്കേതിക വിദ്യയേക്കാൾ വലുത് മനുഷ്യന്റെ മനക്കരുത്താണെന്ന് കമാൻഡർ സൗരഭ് കുമാർ തെളിയിച്ചു. ഇന്ത്യൻ മഹാസമുദ്രം മുതൽ വടക്കൻ അതിർത്തികൾ വരെ നമ്മുടെ നാവികസേന കാവലുണ്ട്. പോഡിസൺ വിമാനത്തിലെ ആ കരുത്തനായ കമാൻഡറെ പോലെ ആയിരക്കണക്കിന് പോരാളികളിലൂടെ. ജയ് ഹിന്ദ്. അപ്പോൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി. The officer was deployed at a forward air base as part of P-8I detachment towards undertaking ISR operations. These missions were flown towards updating enemy targets of interest in support of the Indian Air Force and Indian Army. As the pilot in command, he undertook various missions, including intelligence gathering missions, providing critical inputs to further own operations and plans. The aircraft was experiencing bad weather and GPS-denied environment whilst flying over mountainous terrain when warning of an enemy missile closing the aircraft was received. He quickly reacted and outmaneuvered the enemy missile, ensuring mission accomplishment along with safety of crew and the aircraft. For the exemplary leadership in combat and courage demonstrated in face of the enemy, Commander Saurabh Kumar is awarded the Nausena Medal Gallantry. Commander Saurabh Kumar.